അവരെ ഈ പിടിക്കപ്പെട്ട ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. രജിസ്റ്റേർഡ് അല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ അത്തർ വെക്കുന്ന ആൾക്കാരുണ്ടാവും, ടിഷ്യൂസ് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അവരവരുടെ ജീവിതോപാധി എന്നുള്ള രീതിയിൽ അവർ ചെയ്യുകയാണ് അതൊക്കെ. അത് മറ്റൊരു കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ റോഡ് സൈഡുകളൊക്കെ പോയി അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ കയറി അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവരെ പിടിച്ചാൽ CID ഉണ്ടാവും, പോലീസുകൾക്ക് പുറമെ വേഷം മാറി വരുന്ന CID ഉണ്ടാവും. അവർ പിടിച്ചാൽ പിന്നെ അവരെ ഈ പിടിക്കപ്പെട്ട ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഡീപ്പോർട്ടൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സമയത്ത് ജയിൽവാസത്തിന് ശേഷമുള്ള ഒരു റിലീസിങ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കാം. അത് അവിടെ വിഷയം വരുന്നത് ഇത് തന്നെയാണ്. ഇവിടെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് ദുബായിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ലീഗലി അല്ലാണ്ട് നമുക്ക് ഒരു എംപ്ലോയി ആണെങ്കിലും ഒരു എൻ്റർപ്രണർ ആണെങ്കിലും അയാൾക്ക് ലീഗലി അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ലൈസൻസ് നിർബന്ധമാണ്. എംപ്ലോയി ആണെങ്കിൽ വിസ നിർബന്ധമാണ്, ഒരു എൻ്റർപ്രണർ ആണെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ്.